Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം PCCST 303 ഫോർത്ത് മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സോർട്ടിംഗ് ടെക്നിക്സിലെ സെലക്ഷൻ സോർട്ടാണ്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർഷൻ സോർട്ടാണ്. സോ ഇൻസേർഷൻ സോർട്ടിംഗ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇൻസേർഷൻ സോർട്ടിംഗ് എന്ന് പറയുന്നത് നോർമലി ഒരു ഫൈനൽ സോർട്ടഡ് അറേ വൺ ഐറ്റം അറ്റ് എ ടൈം എന്നുവെച്ചാൽ നമ്മൾ ഒരു സോർട്ടഡ് അറേ അറ്റ് എ ടൈമിൽ ഒരു ഐറ്റം വെച്ചിട്ട് ആഡ് ചെയ്ത് പോകുന്നതാണ്. അതായത് നമ്മളിപ്പം നമ്മളൊരു കാർഡ് കളിക്കുന്നത് വൈൽ വി ആർ സോർട്ടിങ് പ്ലേയിങ് കാർഡ്സ്, നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, നമ്മളൊരു കാർഡ് അറ്റ് എ ടൈം പിക്ക് ചെയ്യും, എന്നിട്ട് അത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കും. ഇപ്പം ഞാൻ പിക്ക് ചെയ്യുന്ന കാർഡിൻ്റെ നമ്പർ ഇപ്പം 5 ആണെങ്കിൽ 5നെ കാട്ടി ലെസറായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സോർട്ട് ചെയ്ത് വെക്കും. അപ്പം ഞാൻ പിക്ക് ചെയ്യുക, അത് കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക, അതാണ് ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഞാൻ അറ്റ് എ ടൈം 1 കാർഡ് എടുക്കത്തുള്ളൂ. ഒരു കാർഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് പൊസിഷനിൽ ഞാൻ അതിനെ ഇൻസേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇൻസേർഷൻ സോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ നോർമലി സെക്കൻഡ് എലമെൻറ്റ്, അതായത് ഇൻഡെക്സ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സിംഗിൾ എലമെൻറ്റ് ആണെങ്കിൽ അത് ട്രിവിയലി സോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് എലമെൻറ്റ് ഒരു വേരിയബിൾ കീ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. കറണ്ട് എലമെൻറ്റ് അപ്പോൾ നമ്മൾ നോർമലി 0th ഇൻഡെക്സ് നോക്കാറില്ല, നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു അതാണ് നമ്മുടെ കറണ്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ കീ എന്ത് ചെയ്യും, അതിന് തൊട്ട് മുന്നേ ഉള്ള എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ മനസ്സിലായോ ഇനി ഞാൻ ഇൻഡെക്സ് 0 എടുക്കാത്തതിൻ്റെ കാര്യം? കാരണം ഞാൻ ഇൻഡെക്സ് 1 തൊട്ടാണ് എടുക്കുന്നത്. സോ ഇൻഡെക്സ് 1 ഞാൻ അത് കറണ്ട് എലമെൻറ്റ്, അത് ഞാനൊരു കീയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്തെയും പ്രീവിയസ് എലമെൻ്റായിട്ട് എന്തെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെയും അത് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് എലമെൻറ്റ് അതായത് 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റ് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്വാപ്പ് ചെയ്യും, മീൻസ് സോർട്ട് ചെയ്യും. അതായത് ഇപ്പം ഈ ഒരു കേസിൽ 5ഉം 3 വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്കറിയാം, 3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 ആണ്. സോ എന്ത് ചെയ്യും, 0th ഇൻഡെക്സിൽ 3 ആക്കും, ഫസ്റ്റ് ഇൻഡെക്സിൽ എന്തും ആക്കും, 5 ആക്കും. അതായത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക, ആ കീനെ എന്താ കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കീൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്, കീൻ്റെ പൊസിഷൻ വരുന്നത് 3rd പൊസിഷനിലാണ്, ഇൻഡെക്സ് 0യിലാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സ്റ്റെപ്സ് 2 to 5 എലമെൻസിന് റിപ്പീറ്റ് ചെയ്യും ടിൽ ദ അറേ ഈസ് ഫുള്ളി സോർട്ടഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കറണ്ട് എലമെൻറ്റിനെ കീയിലോട്ട് സ്റ്റോർ ചെയ്യും, എന്നിട്ട് അത് അതിൻ്റെ പ്രീവിയസ് എലമെൻ്റായിട്ട് കമ്പയർ ചെയ്യും, ഷിഫ്റ്റ് ചെയ്യണം, ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ ദ കീനെക്കാട്ടി വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ എഹെഡ് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് ആ കീനെ കറക്റ്റ് പൊസിഷനിലോട്ട് വെക്കണം. അപ്പോൾ ഈ സ്റ്റെപ്സ് 2 to 5 സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അണ്ടിൽ ദ അറേ ഈസ് കംപ്ലീറ്റ്ലി സോർട്ടഡ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് എക്സിഡോ കോഡ്. ഫോർ I is equal to 1 to n, key is equal to a of I, j is equal to I minus 1, while j greater than or equal to 0 and a of j greater than key, a of j plus 1 is equal to a of j, and j is equal to j minus 1, a of j plus 1 is equal to key. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കീൻ്റെ അകത്ത്, അത് ഐ ലൂപ്പിൻ്റെ അകത്ത് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ജെ ലൂപ്പിൻ്റെ അകത്ത് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഐ ലൂപ്പിൻ്റെ അകത്താണ് ഇത്രയും വരുന്നത്. അപ്പം ഇതിലിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, 1 എലമെൻറ്റ് അറ്റ് എ ടൈം പിക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും, ആ സോർട്ടഡ് പാർട്ടിൽ ഇൻസേർട്ട് ചെയ്യും. ഇതിൽ ആദ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ I is equal to 1 to n,
എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കീ ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറണ്ട് എലമെൻറ്റിനെ പിക്ക് ചെയ്യുക, എന്നിട്ട് അത് എന്നിട്ട് കീനെ സ്റ്റോർ ചെയ്യുക. കീ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുക. എന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്യുക, കറണ്ട് എലമെൻറ്റിനെ പിക്ക് ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുന്ന ഇതാണ് ജെ ഈസ് ഈക്വൽ ടു. സോ നമ്മൾ കറണ്ട് എലമെൻറ്റിനെ പിക്ക് ചെയ്യുക, ദെൻ ജെ ഈസ് ഈക്വൽ ടു i മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുക, എലമെൻറ്റ്സിനെ ലെഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുക. അതിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലാർജർ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുക, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. അത് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എ ഓഫ് ജെ എന്ന് പറഞ്ഞ് കീനം കാട്ടി വലുതാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, ലാർജർ എലമെൻറ്റ്സിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതെന്തിനാണ് കൊടുക്കുന്നത്, ജെ മൈനസ് 1 എന്ന് വെച്ചാൽ നമ്മുടെ ഈ എലമെൻറ്റിനെ, നമ്മുടെ കീ എലമെൻറ്റിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതെന്താണ്, എ ഓഫ് ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീനെ കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഐ ലൂപ്പിൻ്റെ അകത്താണ് വരുന്നത്, നമ്മുടെ കീനെ കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ഐട്രേഷൻ വരുന്നത് n ഇവിടെ 5 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. സോ ഐ ഈസ് ഈക്വൽ ടു 1 to n. സോ ഐ ലെസ് ദാൻ ഐൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കീൻ്റെ വാല്യൂ എ ഓഫ് ഐ എന്ന് വെച്ചാൽ എ ഓഫ് 1 ആണ്. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 3 ആണ്. സോ കീ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 3 ആണ്. ഓക്കെ, ഇവിടെ കീ എന്താണ്, 3 ആണ്. ഇനി എന്താണ്, ജെ ഈസ് ഈക്വൽ ടു i മൈനസ് 1. ഇനി കമ്പാരിസൺ നടക്കുവാണ്. കമ്പാരിസന് വേണ്ടിയിട്ട് ജെയിൻ്റെ വാല്യൂ i മൈനസ് 1, ദാറ്റ് ഈസ് 1 മൈനസ് 1 0. ജെയിൻ്റെ വാല്യൂ 0 ആയി. ഇനി കമ്പയർ ചെയ്യുന്നത് J 0 greater than or equal to 0 and A of J means A of 0. A of 0 5 ഉണ്ട്. 5 greater than key in the value 3. 5 greater than 3 അല്ലേ, ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. സോ A of J plus 1 is equal to A of J. A of J A of 0. A of 0 വാല്യൂവിനെ നമ്മൾ ഏതിൻ്റെ അകത്ത് കൊടുക്കണം, A of 1ൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ എ ഓഫ് 0 ആരായിരിക്കുന്നത്, 5. അതെന്ത് ചെയ്യും, എ ഓഫ് 1ൻ്റെ അകത്ത് പോകും. സോ എ ഓഫ് 1ൻ്റെ അകത്ത് 5 ആയി. ഇനി എന്താണ്, ജെ ഈസ് ഈക്വൽ ടു ജെ മൈനസ് 1. അപ്പോൾ ജെയിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 0 ആണ്. സോ 0 മൈനസ് 1 -1 ഇവിടെ നമ്മൾ ജെ ലൂപ്പിൻ്റെ അകത്ത് കയറത്തില്ല, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. സോ ഇപ്പോൾ എ ഓഫ് 1ൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, 5 വന്നു. എ ഓഫ് 1ൻ്റെ സ്ഥാനത്ത് 3 ആയിരുന്നു, ഇപ്പോൾ എ ഓഫ് 1ൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, 5 വന്നു. ഇനി നമ്മൾ ജെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എ ഓഫ് ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കീ. നമ്മുടെ കീനെ എവിടെ കീ ആയ 3നെ എവിടെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു, ജെ പ്ലസ് 1ൽ. ഇപ്പോൾ ജെയിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ എ ഓഫ് 0 എന്ത് കൊടുക്കാൻ പറഞ്ഞു, കീൻ്റെ വാല്യൂ. സോ എ ഓഫ് 0 3 വന്നു, എ ഓഫ് 1ൻ്റെ അകത്ത് 5 വന്നു. സോ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇതിനെ ഷിഫ്റ്റ് ചെയ്തു. സോ എ ഓഫ് 0 എന്ത് വന്നു, 3 വന്നു, എ ഓഫ് 1ൻ്റെ അകത്ത് 5 വന്നു. സോ ഐ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്കും നമ്മുടെ അറേ എങ്ങനെയായിട്ട് മാറി, 3 5 8 6 2. ഇനി ഐൻ്റെ വാല്യൂ എന്താവും, 2 ആവും. ഐൻ്റെ വാല്യൂ 2 ആവുമ്പോഴത്തേക്കും 2 ലെസ് ദാൻ 5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കീൻ്റെ വാല്യൂ എ ഓഫ് ഐ എന്ന് പറയുന്നത് എ ഓഫ് 2 എന്താകും, 8 ആവും. നേരത്തെ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ കിട്ടിയത് 3 5 8 6 2 അല്ലേ, നമ്മൾ നേരത്തെയുള്ള 3 5 8 6 2. ഓക്കെ, 3 5 8 6 2 3 5 8 6 2. ഓക്കെ, അപ്പോൾ കീ ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ. അപ്പം എ ഓഫ് 2ൻ്റെ അകത്ത് ഇപ്പോൾ ആര് വന്നു, 8. അപ്പോൾ കീ നമ്മുടെ ഇപ്പോഴത്തെ കീ ആരാണ്, 8 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കീ എന്ന് പറയുന്നത്. ഓക്കെ, 8 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കീ, അല്ല 8 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കീ. ഇനി ജെ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 1. ഐൻ്റെ വാല്യൂ 2 മൈനസ് 1 1.
ഇനി എന്താണ് ജെയിൻ്റെ നോക്കും 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എ ഓഫ് ജെ ഈസ് ഈക്വൽ ടു എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ കീ, അത് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ എ ഓഫ് ജെ എന്ന് പറയുന്നത് എ ഓഫ് 1 ആരുണ്ട് 5 ആണ്. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ കീൻ്റെ വാല്യൂ എന്താണ് 8. 5 ഗ്രേറ്റർ ദാൻ 8 ആണോ? അല്ല. അല്ലാത്ത പക്ഷം ഈ ജെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് എന്ത് പറയും, നമ്മുടെ കീ ആയ 8ന് എ ഓഫ് ജെ പ്ലസ് 1, ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1 + 1 2. അപ്പം എ ഓഫ് 2ൻ്റെ അകത്ത് 8 ഇടുക. അപ്പം വേറെ ഒരു ചേഞ്ചും വരത്തില്ല, നേരത്തെ അതേ അറേ തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ കണ്ടീഷൻ തെറ്റായതുകൊണ്ട്, ഇവിടെ കണ്ടീഷൻ തെറ്റല്ലേ, ഇവിടെ ഈ കണ്ടീഷൻ തെറ്റല്ലേ, 5 ഗ്രേറ്റർ ദാൻ 8 അല്ലല്ലോ, കണ്ടീഷൻ തെറ്റായതുകൊണ്ട് നമ്മൾ എന്ത് വരും, എ ഓഫ് 2ൻ്റെ സ്ഥാനത്ത് തന്നെ 8 കിടക്കും. ഇനി അതിൻ്റെ വാല്യൂ എന്താവും, 2 എന്നുള്ള 3 ആവും. 3 ആവുമ്പോഴത്തേക്കും 3 ലെസ് ദാൻ 5 ആണല്ലോ, ആണ്. അങ്ങനെയാണ് കീ ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ എന്ന് പറഞ്ഞ് എ ഓഫ് 3ൻ്റെ വാല്യൂ ആണ് കീ ആയിട്ട് മാറുന്നത്. എ ഓഫ് 3ൻ്റെ അകത്ത് നമുക്ക് നേരത്തെ ഉള്ള അറേ എന്തായിരുന്നു, 3 5 8 6 2 തന്നെയാണ്, സെയിം അറിയായിരുന്നു അല്ലേ. 3 5 8 6 2 സെയിം അറേ തന്നെയായിരുന്നു. സോ ഞാനിവിടെ കീ എന്താവും, എ ഓഫ് 3 എന്ന് പറഞ്ഞ് എ ഓഫ് 3 എന്ന് പറയുന്നത് ആരാണ്, 6 വരും അല്ലേ. എ ഓഫ് ഇത് 0 1 2 3 4. ഇപ്പം നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ എ ഓഫ് 3 ആണ്, ദാറ്റ് ഈസ് 6 ആണ്. ഇനി ജെ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 1. ഐ എന്താണ് 3 ആണേ. സോ 3 - 1 2. ജെയിൻ്റെ വാല്യൂ എന്താണ് 2. അപ്പോൾ കണ്ടീഷൻ നോക്കുക, ജെയിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എക്സിക്യൂഷൻ നടക്കും. സോ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ എ ഓഫ് 2ൻ്റെ അകത്ത് 8 ആണ്, ഗ്രേറ്റർ ദാൻ കീ എന്ന് പറയുന്നത് 6 ആണ്. സോ 8 ഗ്രേറ്റർ ദാൻ 6 ആണോ, ആണെങ്കിൽ എ ഓഫ് ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ. എ ഓഫ് ജെ എന്ന് പറയുന്നത് 2 ആണ്. എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 8 എവിടെ പോവും, എ ഓഫ് 3ക്കകത്ത് കയറും. അപ്പോൾ എ ഓഫ് 3ക്കകത്ത് ആര് വന്നു, 8 വന്നു. ഇനി ജെയിൻ്റെ വാല്യൂ എന്താവും, ജെയിൻ്റെ വാല്യൂ ഓൾറെഡി 2 ആയിരുന്നു, ഇപ്പോൾ 2 - 1 എന്താവും, 1 ആവും. അപ്പം എക്സിക്യൂട്ട് ചെയ്യും. നോക്കിക്കോ, 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ എ ഓഫ് 1 എന്ന് പറയുന്നത് അത് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ കീ ആണോ നോക്കും. എ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 6 ആണോ, അല്ല. അപ്പം രണ്ടും ഇതിപ്പോൾ ആൻഡ് ആണ്. ബോത്ത് ദിസ് കണ്ടീഷൻ ഷുഡ് ബി ട്രൂ. അപ്പോൾ ഇവിടെ എന്താണ്, ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ ട്രൂ ആണ്, പക്ഷേ എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ കീ ട്രൂ അല്ല. സോ ജെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ജെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് എ ഓഫ് ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കീ. നമ്മുടെ കീ ആയ 6 എങ്ങോട്ട് അസൈൻ ചെയ്യും, എ ഓഫ് ജെ പ്ലസ് 1. ജെയിൻ്റെ വാല്യൂ ഇപ്പം എന്തായി, 1. സോ 1 + 1 2. അപ്പോൾ എ ഓഫ് 2ൻ്റെ അകത്ത് എന്തായി, 6. സോ ഐ ഈസ് ഈക്വൽ ടു 3 ഐട്രേഷൻ ആകുമ്പോഴത്തേക്കും എ ഓഫ് 0യിൽ നമുക്ക് ഇനി ഒന്നും 0 ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതിനകത്താണ് വാല്യൂസ് ചേഞ്ച്, ഏത് ഇൻഡെക്സിലൊക്കെയാണ് ചേഞ്ച് വന്നത്, എ ഓഫ് 2ലും എ ഓഫ് 3ലും. അപ്പോൾ എ ഓഫ് 2ൽ ആര് വരും, 6 വരും. എ ഓഫ് 3ൽ വരും, ആര് വരും, 8 വരും. ജസ്റ്റ് ഇത് രണ്ടുമാണ് ചേഞ്ച് ആയത്, എ ഓഫ് 2ഉം 3ഉം ആണ് ചേഞ്ച് ആയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ അറേ എന്ന് പറയുന്നത് 3 5 6 8 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഏത് ഐട്രേഷൻ, ഐ ഈസ് ഈക്വൽ ടു 3 ആണ്. സോ പുതിയ അറേ എന്ന് പറഞ്ഞാൽ 3 5 6 8 2 ആണ്. സോ ഓക്കെ, ഞാൻ അത് എഴുതി വയ്ക്കാം. 3 5 6 8 2. 3 5 6 8 2. ഇതാണ് നമ്മുടെ പുതിയ അറേ. 0 1 2 3 4. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഐട്രേഷൻ, ഐ ഈസ് ഈക്വൽ ടു 4 വരും. സോ ഐ ഈസ് ഈക്വൽ ടു 4 വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഷിഫ്റ്റിംഗ് വരും. കാരണം ജെയിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ജെയിൻ്റെ വാല്യൂ 3 വരും, 2 വരും, 1 വരും, ദെൻ 0യും വരും. അപ്പോൾ
അപ്പോൾ 4 ഷിഫ്റ്റോളം വരും. നമുക്ക് നോക്കാം. കെ ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ. എ ഓഫ് ഐ മീൻസ് എ ഓഫ് 4. എ ഓഫ് 4 ഇപ്പോൾ നമ്മുടെ കീ ആരാണ്? 2 ആണ്. നമ്മുടെ കീ 2 ആണ്. അപ്പോൾ 2 നമുക്ക് മനസ്സിലാക്കാം, ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് 0th പൊസിഷനിലെത്തണം. അതാണ് ഇനി നടക്കുന്നത്. അപ്പോൾ ജെയിൻ്റെ വാല്യൂ i-1, ദാറ്റ് ഈസ് 4 - 1 3 വരും. സോ വൈൽ ജെ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. എ ഓഫ് ജെ എന്ന് പറയുമ്പം എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഗ്രേറ്റർ ദാൻ കീ, 8 ഗ്രേറ്റർ ദാൻ 2 ആണോ? ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എ ഓഫ് ജെയിനെ എടുത്ത് എ ഓഫ് ജെ പ്ലസ് 1 വരും. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 3, അതായത് 8 എടുത്ത് എവിടെ വരും? എ ഓഫ് ജെ പ്ലസ് 1, എ ഓഫ് 4 വരും. സോ എ ഓഫ് 4 ഇപ്പോൾ ആര് വന്നു? 8 വന്നു. എ ഓഫ് 4 ഇപ്പോൾ ആര് വന്നു? 8 വന്നു. ഓക്കെ, ഇനി ജെ ഇസ് ഈക്വൽ ടു 3 - 1 എന്താവും? ജെ - 1, ദാറ്റ് ഈസ് 3 - 1 2. വീണ്ടും ജെ ലൂപ്പ് നോക്കും. അപ്പോൾ എന്ത് വരും? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എ ഓഫ് 2 ഗ്രേറ്റർ ദാൻ 2 ആണോ? ദാറ്റ് ഈസ് എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ് അല്ലേ? എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഗ്രേറ്റർ ദാൻ 2 ആണോ? ആണെങ്കിൽ എ ഓഫ് ജെ എന്ത് ചെയ്യും? എ ഓഫ് ജെ പ്ലസ് 1 കൊടുക്കും. എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 2. എ ഓഫ് 2ൽ ആരുണ്ട്? 6 ഉണ്ട്. അതെങ്ങോട്ട് കൊടുക്കും? എ ഓഫ് 3ൽ കൊടുക്കും. സോ എ ഓഫ് 3ൽ ആര് വന്നു? 6 വന്നു. സോ എ ഓഫ് 3ൽ 6 വന്നു. ഓക്കെ, ഇനി ജെയിൻ്റെ വാല്യൂ എന്താകും? ജെ -1 ആവും. ദാറ്റ് ഈസ് 2 - 1 1. വീണ്ടും ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 കറക്റ്റാണ്. ഇനി എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ കീ ആണോ നോക്കും. എ ഓഫ് ജെ എന്ന് പറയുന്ന ആരാണ്? 1. എ ഓഫ് 1-നകത്ത് ആരുണ്ട്? 5 ഗ്രേറ്റർ ദാൻ 2 ആണോ? അങ്ങനെയാണെങ്കിൽ എ ഓഫ് ജെക്കകത്ത് ആരുണ്ട്? എ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് 1 ആയ 5നെ എവിടെ എടുത്ത് കൊടുക്കും? എ ഓഫ് ജെ പ്ലസ് 1, അതായത് എ ഓഫ് 2ൽ കൊടുക്കും. അപ്പോൾ എ ഓഫ് 2ൽ ആര് വരും? 5 വരും. എഗെയിൻ ജെയിൻ്റെ വാല്യൂ 1 - 1 എന്ന് വരും, 0 വരും. 0 വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ എ ഓഫ് 0യുടെ വാല്യൂ എ ഓഫ് 1ൽ കൊടുക്കും. എ ഓഫ് 0ക്കകത്ത് 3 ആണ്. അതെവിടെ വരും? എ ഓഫ് 1ൽ പോവും. ഇനി ജെയിൻ്റെ വാല്യൂ 0 - 1 വരും. -1 ഗ്രേറ്റർ ദാൻ 0 ഇല്ല. അപ്പം എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നമ്മുടെ കീ വാല്യൂ, കീൻ്റെ അകത്ത് ആരാണ്? 2 ഉണ്ട്. അതെവിടെ കൊടുക്കും? എ ഓഫ് ജെ പ്ലസ് 1ൽ. അപ്പോൾ ജെയിൻ്റെ വാല്യൂ -1 ആണ്. സോ -1 + 1 എന്ത് വരും? 0. അപ്പോൾ എ ഓഫ് 0ക്കകത്ത് എന്ത് വരും? 2 വരും. സോ നമുക്ക് ഫൈനലി സോർട്ടഡ് അറേ കിട്ടിയില്ലേ? അതായത് എ ഓഫ് 0ക്കകത്ത് 2 വരും, എ ഓഫ് 1-നകത്ത് 3 വരും, എ ഓഫ് 2ക്കകത്ത് 5 വരും, എ ഓഫ് 3ക്കകത്ത് 6 വരും, എ ഓഫ് 4-നകത്ത് 8 വരും. കാരണം ഇവിടെ നമുക്കറിയാം ഐൻ്റെ വാല്യൂ 4 ആകുമ്പം ജെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 1 2 3 4 ടൈംസ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതാണ് 4 ടൈംസ് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ 4 ടൈംസ് ഷിഫ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് പ്ലേസിൽ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം 2 എടുത്ത് എങ്ങനെയാണ് ഇത് നോർമലി വരുന്നത്? ആദ്യം 2 എടുത്ത് 8 പോയി നോക്കുക. അപ്പം ഇയാൾ ചെറുതാണെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം 8 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, 2 ഇവിടെ വരും, 6 വരും. ഇൻറ്റേർണലി ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഈ 2 വീണ്ടും ഇത് നോക്കുമ്പോഴത്തേക്കും ചെറുതാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും, 6 8. പിന്നെ ഇത് നോക്കുമ്പോഴത്തേക്കും വീണ്ടും ചെറുതാണ്. സോ 2 5 6 8. വീണ്ടും നോക്കുമ്പോൾ ചെറുതാണ്. സോ 2 3 5 6 8 വരും. നോർമലി ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ എക്സിക്യൂഷൻ വരുന്നത്. ഇത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ, നമ്മുടെ കോഡിൻ്റെ എക്സിക്യൂഷനാണ്. കറക്റ്റ് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ വരും. ഇനി അതിൻ്റെ വാല്യൂ 5 ആവും. 5 < 5 എന്ന് പറയുമ്പോൾ ഐ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. സോ ഫൈനലി നമ്മൾ സോർട്ടഡ് അറേ എന്ന് പറഞ്ഞാൽ 2 3 5 6 8 എന്ന്. സോ ദിസ് ഈസ് എ ഇൻസേർഷൻ സോർട്ട്. താങ്ക് യു.